3 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച ദുബായിലെത്തും. മുഖ്യമന്ത്രിയുടെ സന്ദർശനം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ബഹിഷ്കരിക്കുമെന്നും ദുബായ് KMCC അറിയിച്ചു. എന്നാൽ KMCC അടക്കമുള്ള സംഘടനകളുമായി കൂടിയാലോചന നടത്തിയിരുന്നുവെന്നും എതിർപ്പ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും സംഘാടക സമിതി വ്യക്തമാക്കി. 5 ഗൾഫ് രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിയുടെ പര്യടനത്തിൽ അവസാനത്തേതാണ് ദുബായ് സന്ദർശനം. നവംബർ 1 നിശ്ചയിച്ചിരുന്ന പര്യടനം അതിദാരിദ്ര്യമുക്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി മുഖ്യമന്ത്രി മടങ്ങിയതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ എത്തുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ കോൺസൽ ജനറൽ, ബിസിനസ് പ്രമുഖർ, ദുബായിലെ ഭരണകർത്താക്കൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് ദുബായ് കിസൈസിലെ അമിറ്റി സ്കൂളിൽ ഓർമ്മ കേരളോത്സവത്തോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണം. അതേസമയം മുഖ്യമന്ത്രിയുടേത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള സന്ദർശനമാണെന്നും ലോക കേരള സഭയെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ദുബായ് KMCC ആരോപിച്ചു. ഈ ഒരു ഇലക്ഷൻ ഒരു വെളിപ്പാടായ ഏകദേശം 10 ദിവസത്തിൻ്റെ അകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പോകും. ഒരു 3-4 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഈ വിദേശ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും അതേപോലെ തന്നെ അതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ആ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. ആരോപണം നിഷേധിച്ച ലോക കേരള സഭ മലയാളം മിഷൻ ഭാരവാഹികൾ KMCC അടക്കമുള്ള സംഘടനകളുമായി കൂടിയാലോചന നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കി. ലോക കേരള സഭ മികച്ചതാണെന്ന് UAE KMCC നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ലോക കേരള സഭയ്ക്കകത്ത് പങ്കെടുത്ത ഒരാളാണ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ. ആ സഭയ്ക്കകത്ത് ഏറ്റവും നന്നായിട്ട് തളങ്കര, ആ സഭയ്ക്കകത്ത് ഏറ്റവും നന്നായിട്ട് സർക്കാരിന്റെ ലോക കേരള സഭയും സർക്കാരിനെ അഭിനയം സംസാരിച്ച പുത്തൂർ റഹ്മാനാണ്. നമ്മളത് മറന്നുകൊണ്ടാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A ജയതിലക്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, ജനറൽ കൺവീനർ NK കുഞ്ഞഹമ്മദ്, ഷിജു ബഷീർ, ലോക കേരള സഭാംഗം ഹമീദ്, K ഗോപി, P ശ്രീപ്രകാശ്, താഹിർ പുറക്കാട് എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 2 മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.